വെതറുള്ളപ്പോൾ പിള്ളേരെയും കൊണ്ട് നടക്കാൻ വരാറുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല അടിപൊളി വെതറുള്ള ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. വന്ന് ഡാൻഡിലിയോണൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഊതിപ്പറപ്പിച്ച് സ്ലോ മോഷൻ വീഡിയോ എല്ലാം എടുത്തു. കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോൾ ഞങ്ങൾ 3 പേരായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങൾ 4 പേരും കൂടിയാണ് വന്നത്. കഴിഞ്ഞ തവണ സനീന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും ഓഫുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ നടക്കും, പിള്ളേർ സൈക്കിൾ ഓടിക്കും. ഇതൊക്കെ തന്നെയാണ് അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്. ഈ സമ്മറൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ കിട്ടുന്നത്. വിൻ്റർ ആയിക്കഴിഞ്ഞ് വീടിനകത്ത് അടച്ചു പോയിട്ടിരിക്കണമല്ലോ. വഴി നീള ഡാൻഡിലിയോണും കാര്യങ്ങളുള്ളതുകൊണ്ട് അവരെ കൊണ്ട് മോദി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞാനുള്ളപ്പോഴാണെങ്കിൽ ഞാൻ പിള്ളേരെയും കൊണ്ട് അറ്റം മുതൽ അങ്ങ് അറ്റം വരെ നടക്കും എന്നുള്ളത് അത്രേ പോവുള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ട് പോരുവേ. പക്ഷേ സമയമുള്ളതുകൊണ്ട് ഇങ്ങനെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കും. നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എത്രയോ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഫ്ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളും റൺവേ എല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറേയൊക്കെ പോർഷൻസ് അവർ വിറ്റിട്ട് വീടും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട്. ഇതുപോലൊരു കുറ്റിക്കാട്ടിലൂടെയാണ് അടുത്ത് ഞങ്ങൾ പോയേക്കുന്നത്. 2 സൈഡിലുണ്ടല്ലോ ഓരോ പ്ലോട്ടായിട്ട് ആൾക്കാർക്ക് സെയിൽ ചെയ്തേക്ക് എന്തോ ആണ്. അവിടെയെല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ ഇതുപോലൊരു ബിൽഡിംഗ് കെട്ടിപ്പോയി എന്താ പറയുക, ആകെ മൊത്തം ഒരു ഹോണ്ടഡ് പോലെ ഒരു സംഭവം കണ്ടു. അതിൻ്റെ അകത്ത് ടണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കൊന്ന് ഒളിഞ്ഞു നോക്കി എന്നല്ലാതെ കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പൊക്കത്ത് ഞങ്ങൾ പൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് ഗോൾഫ് കോഴ്സ് ആയിരുന്നു. അപ്പം നല്ല വിശാലമായി ഗോൾഫ് കോഴ്സൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ സമയം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എങ്ങാനും ഞാൻ തലയും കുത്തി താഴെ വീഴുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ഞാൻ വീണൊന്നുമില്ല. ഇവിടെ പിള്ളേർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സൈക്കിൾ ഓടിക്കാൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ വീണ്ടും സൈക്കിൾ ഓടിക്കാൻ നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളൊക്കെ കാണുന്നുണ്ട്. വീടല്ല ആക്ച്വലി, ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ്സിൻ്റെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ബിൽഡിങ്സും അതിൻ്റെ കൺട്രോൾ റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വഴി കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ പൊത്തിപ്പിടിച്ച് ഇനി അപ്പുറത്തെ നല്ല വ്യൂ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഡുഗുഡു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു. ഇവിടുത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്താൽ എന്താ എന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്ക് മനസ്സിൽ വരാതിരുന്നില്ല. ഗോൾഫ് കോഴ്സ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഒരു ഗോൾഫ് ബോളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കളിയുടെ മൂർധന്യാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ആരൊക്കെയോ അടിച്ച് തെറിപ്പിച്ചൊരു ബോളാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം ഉണ്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്.